കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ജീവാണുവളം നിർമ്മാണ രീതി തൊട്ടറിഞ്ഞ് ഈശ്വരമംഗലം ശ്രീരാമജയം ALP സ്കൂൾ വിദ്യാർത്ഥികൾ. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണപുരം കൃഷിഭവന് കീഴിൽ രൂപീകരിച്ച FIG-കളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ജീവാണുവളം നിർമ്മാണ ഇടത്തിലേക്കാണ് വിദ്യാർത്ഥികളെത്തിയത്. ഈ മേഖലയിൽ വിദഗ്ധരായ തൊഴിലാളികളോട് ജീവാണുവള നിർമ്മാണ രീതിയും അതിന്റെ ഗുണഫലങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞു. ചകിരിച്ചോറ്, പച്ചച്ചാണകം, പച്ചിലകൾ, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, റോക്ക് ഫോസ്ഫേറ്റ്, കറുത്ത ശർക്കര, ബയോ ഡൈജസ്റ്റർ തുടങ്ങിയ ഘടകങ്ങൾ ഓരോന്നും തട്ടുകളാക്കി അടുക്കി വിരിക്കും. ഇത്തരത്തിൽ 3 അടുക്കുകൾ ഒരു ബെഡിലുണ്ടാകും. തുടർന്ന് ദീർഘചതുരാകൃതിയിൽ വിരിച്ച ഈ അടുക്കുകൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത വിധം തെങ്ങിൻ പട്ടയിട്ട് പൂർണ്ണമായി പൊതിയും. 2 മാസക്കാലം ആവശ്യത്തിന് നന നൽകിക്കഴിഞ്ഞാൽ തയ്യാറാകുന്ന ജീവാണുവളം മുകളിൽ നിന്ന് താഴ്വശത്തേക്കായി അരിഞ്ഞെടുത്ത് ചെടിക്ക് അടിത്തറയായി ഇടണം. മണ്ണറകളിലെ സൂക്ഷ്മജീവികളുടെ എണ്ണം പെരുകിപ്പിച്ച് തയ്യാറാക്കുന്ന ഈ ജീവാണുവളം ചെടികൾക്ക് ശക്തമായ ജൈവ കലവറയൊരുക്കും. ഒപ്പം മണ്ണിന്റെ ജൈവഘടന സമ്പുഷ്ടമാക്കും. മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതോടൊപ്പം സസ്യങ്ങളുടെ വളർച്ചയ്ക്കും കരുത്തും പരിപോഷിപ്പിക്കുകയും രോഗപ്രതിരോധശേഷി നൽകി ശത്രുകീടങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതിനും വളത്തിലെ ഉപകാരികളായ ജീവാണുക്കൾ മണ്ണിന്റെ ഉള്ളറയിൽ പ്രവർത്തിക്കും. മണ്ണിലാണ് ജീവൻ എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയം ഏറ്റെടുത്ത ഈ പ്രവർത്തനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ, KR പ്രവീൺ, N അനൂപ് ജോൺ, C കവിത, OA രാജേഷ്, KS രാജു എന്നിവർ പങ്കെടുത്തു.